ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബി ടു ആൻഡ് ടു ബി. ബി ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബി ഫോം ഓഫ് ദ വേർബ് പ്ലസ് ടു. ബി ഫോം ഓഫ് ദ വേർബ് വ്യത്യസ്ത രൂപങ്ങളിലുണ്ട് ഇംഗ്ലീഷിൽ. ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ ബി ഫോംസ് തന്നെയാണ്. അപ്പോൾ അത്തരം ബി ഫോംസിൻ്റെ കൂടെ ടു ചേർക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ്, അതുപോലെ തന്നെ ടു ബി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലെസനാണ്, ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ബി ടു നോക്കാം. ബി ടു എന്ന് പറയുമ്പോൾ ആം ടു ആകാം, ആർ ടു ആകാം, ഈസ് ടു, വാസ് ടു, വേർ ടു ഒക്കെ ആകാം. അത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണോ ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ തീരുമാനിക്കുന്നത്. ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ വാസ് ആൻഡ് വേർ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ആം ഉപയോഗിക്കുന്നത് ഐ സബ്ജക്റ്റ് ആകുമ്പോഴാണ് പ്രസൻറ്റ് ടെൻസിൽ. ഇനി യു ആണ് സബ്ജക്റ്റെങ്കിൽ ആർ ഉപയോഗിക്കുക, വി, ദേ ഒക്കെയാണ് സബ്ജക്റ്റെങ്കിൽ ആർ തന്നെ ഉപയോഗിക്കുക പ്രസൻറ്റ് ടെൻസിൽ. ഇനി ഹി, ഷീ അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് തന്നെ ഉപയോഗിക്കുക പ്രസൻറ്റ് ടെൻസിൽ. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ വാസ് അല്ലെങ്കിൽ വേറാണ് ഉപയോഗിക്കേണ്ടത്. അവിടെയും സബ്ജക്റ്റ് അനുസരിച്ച് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് ഐ ആണെങ്കിലും ഹി, ഷീ പിന്നെ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കേണ്ടത് വാസ് എന്നാണ് പാസ്റ്റ് ടെൻസിൽ. അതേസമയം വി, യു, വി, ദേ പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വേർ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് സബ്ജക്റ്റ് അനുസരിച്ച് ഈ ബി ഫോംസ് മാറി മാറി ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ബി ടു ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഐ ആം ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം ടു കഴിഞ്ഞിട്ട് ഒരു വേർബിൻ്റെ ബേസ് ഫോം. അപ്പോൾ ബി കഴിഞ്ഞിട്ട് ടു, ദെൻ ഒരു വേർബിൻ്റെ ബേസ് ഫോം, റൂട്ട് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ആം ടു റിപ്പോർട്ട് ദ മാനേജർ ബൈ നൂൺ. എനിക്ക് മാനേജറോട് റിപ്പോർട്ട് ചെയ്യണം, അതായത് ഉച്ചയ്ക്ക് മുൻപ്. ഇവിടെ ഐ ആം ടു റിപ്പോർട്ട് നോക്കൂ, ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആം, പിന്നെ ടു, അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വേർബിൻ്റെ ബേസ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം ടു റിപ്പോർട്ട്. ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു പ്ലാൻഡ് ആക്ഷൻ, ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു കാര്യം ഷെഡ്യൂൾഡ് ആക്കി വെച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ആക്ഷൻ, പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ. ഇപ്പോൾ ഐ ആം ടു റിപ്പോർട്ട്, എനിക്ക് മാനേജറെടുത്ത് ഉച്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയില്ലേ, അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഐ ആം ടു റിപ്പോർട്ട് ടു ദ മാനേജർ ബൈ നൂൺ, അതാണ് ചെയ്യേണ്ടതും. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഒരു പ്രയോഗം ഐ ആം ടു, ബി ടു ഫോം ആണ് അത്. ബി എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആം. ഇനി യു ആയിരുന്നു സബ്ജക്റ്റെങ്കിൽ യു ആർ ടു റിപ്പോർട്ട് ടു ദ മാനേജർ ബൈ നൂൺ. വി ആയിരുന്നെങ്കിൽ സബ്ജക്റ്റ് വി ആർ ടു റിപ്പോർട്ട് ടു ദ മാനേജർ ബൈ നൂൺ. ഹി ആയിരുന്നെങ്കിലോ ഹി ഈസ് ടു റിപ്പോർട്ട് ടു ദ മാനേജർ ബൈ നൂൺ. അദ്ദേഹത്തിന് മാനേജറുടെ അടുത്ത് നൂണിന് മുമ്പ്, അതായത് ഉച്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്ഷൻ, പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ. വേറൊരു എക്സാമ്പിൾ, ദ സ്റ്റുഡൻസ് ആർ ടു സബ്മിറ്റ് ദ അസൈൻമെൻറ്റ്സ് ബൈ ഫ്രൈഡേ. സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ചെയ്യണം എന്താണ്, അവരുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഫ്രൈഡേക്ക് സബ്മിറ്റ് ചെയ്യണം. അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാൻഡ് ആക്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആക്ഷൻ കാണിക്കുന്നതിനാണ് ഈ ഒരു പ്രയോഗം ബി ടു എന്ന് സാധാരണ ഉപയോഗിക്കുന്നത്. ഹി ഈസ് ടു അറൈവ് അറ്റ് 5 PM. അദ്ദേഹം 5 PM എത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹി ഈസ് ടു അറൈവ്, നോക്കൂ, ടു കഴിഞ്ഞിട്ട് അറൈവ് എന്ന V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. അതൊരു ഷെഡ്യൂൾഡ് കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി ഒരു സെൻറ്റൻസ്, ഹി ഈസ് ടു ബി ഇൻ ജപ്പാൻ നെക്സ്റ്റ് വീക്ക്. ഹി ഈസ് ടു ബി ഇൻ ജപ്പാൻ. നോക്കൂ, ഹി ഈസ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരുന്ന ബി ആണ്, അതും ബേസ് ഫോം തന്നെയാണ്.
ബി വേർബ്സിൻ്റെ ബേസ് ഫോം ആണ് ബി. അപ്പോൾ ഹീ ഈസ് ടു ബി ഇൻ ജപ്പാൻ നെക്സ്റ്റ് വീക്ക്. അതിൻ്റെ മീനിങ് അവിടെ ഒരു ആക്ഷൻ അല്ല, പക്ഷെ അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവൻ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ജപ്പാനിൽ ആയിരിക്കേണ്ടതാണ്. അവിടെ ആയിരിക്കുക എന്നതാണ്, അല്ലാതെ അവിടെ ഒരു പ്രവൃത്തി ഒന്നുമില്ല. അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതുകൊണ്ട് ബി ഉപയോഗിച്ചു. അപ്പോൾ ഈസ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം എന്നത് അവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. ഹീ ഈസ് ടു ബി ഇൻ ജപ്പാൻ നെക്സ്റ്റ് വീക്ക്. ദ പ്രസിഡൻറ്റ് ഈസ് ടു ബി ഇൻ ചൈന ടുമാറോ. പ്രസിഡൻറ്റ് നാളെ ചൈനയിൽ ആയിരിക്കേണ്ടതാണ്. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു ഷെഡ്യൂൾഡ് ഈവൻറ്റിൽ പെട്ടതാണ്. അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീ ഈസ് ടു വിസിറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എന്നതൊരു ആക്ഷൻ വേർബാണ്. പക്ഷേ ഇവിടെ ഹീ ഈസ് ടു ബി എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കുക, അവിടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പോൾ ബി ടു എന്നതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോംസ് ആണ് നമ്മൾ പഠിച്ചത്. ആം ടു, ഈസ് ടു, ആർ ടു എന്നൊക്കെ. ഇനി പാസ്റ്റ് ടെൻസും ആകാം. അപ്പോൾ നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം സബ്ജക്റ്റ് അനുസരിച്ച്. ഷീ വാസ് ടു മീറ്റ് മീ അറ്റ് ദ കഫേ ബട്ട് ഷീ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഷീ വാസ് ടു മീറ്റ് മീ അറ്റ് ദ കഫേ. കഫേയിൽ മീറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഷീ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ട്രാഫിക്കിൽ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഷീ വാസ്, നോക്കൂ, ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. ഇനി ദേ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിലോ പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ ദേ വേർ ടു മീറ്റ് മീ അറ്റ് ദ കഫേ ബട്ട് ദേ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. അവർ എന്നെ കഫേയിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ ദേ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബി ടു ആണ്. ഇനി നമുക്ക് ടു ബി. ടു ബി എവിടെ ഉപയോഗിക്കും? ടു ബി എന്നത് ബി ഫോമിൻ്റെ കൂടെ ടു ചേർക്കുമ്പോഴല്ലേ ടു ബി എന്ന് കിട്ടുന്നത്. അത് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ബി ആണ്. ഇപ്പോൾ നമ്മൾ പ്ലേ എന്നാണെങ്കിൽ ടു ചേർത്ത് ടു പ്ലേ ഇൻഫിനിറ്റീവ് ഫോം ആക്കി. റൈറ്റ് എന്നാണെങ്കിൽ ടു റൈറ്റ് എന്ന് ചേർത്ത് ഇൻഫിനിറ്റീവ് ഫോം ഉണ്ടാക്കി. അതുപോലെ തന്നെ ബി എന്നതിനോട് കൂടി ടു ചേർത്ത് ടു ബി. ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്ക് പലപ്പോഴും സാധാരണയായിട്ട് നമ്മളത് ഒരു പർപ്പസ്, ഉദ്ദേശം, ഇൻറ്റൻഷൻ ഒക്കെ കാണിക്കുന്നതിന് ഉപയോഗിക്കാം. പിന്നെ ഒരു ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു. അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻറ്റൻഷനാണ്, നമ്മുടെ ഒരു ആഗ്രഹം പറയുകയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് നമ്മളവിടെ പറയുന്നത്. ഐ വാണ്ട് ടു ബി ഹാപ്പി. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബി ഹാപ്പി. ഐ വാണ്ട് ഹിം ടു ബി ഹാപ്പി. അവൻ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ഹിം ടു ബി റെസ്പോൺസിബിൾ. അവൻ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ആളാവാൻ ആഗ്രഹിക്കുന്നു, ഒരു ചുമതലാബോധം ഒക്കെ ഉള്ള ആളാകാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ഹിം ടു ബി റെസ്പോൺസിബിൾ. നോക്കൂ ടു ബിയുടെ ഉപയോഗം. ഐ വാണ്ട് ടു ബി ഇൻ പാരീസ് നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ ഞാൻ പാരീസിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബി ഇൻ പാരീസ്. അവിടെ ആയിരിക്കണമെന്ന് ബി. ടു ബി അവിടെ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് സ്റ്റഡിയിങ് ടു ബി എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടർ ആകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പേർപ്പസ് ആണ്. ഹീ വാണ്ട്സ് ടു ബി എ റൈറ്റർ. അദ്ദേഹം ഒരു റൈറ്റർ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ എന്താണ്? അവിടെ ഇൻറ്റൻഷനാണ്, അവിടെ ഒരു എയിം ആണ്. ദേ ആർ പ്ലാനിങ് ടു ബി ദർ ഏർലി. അവർ പ്ലാൻ ചെയ്യുന്നത് എന്താ? ദേ ആർ പ്ലാനിങ് ടു ബി ദർ ഏർലി. നേരത്തെ തന്നെ അവിടെ എത്താനായിട്ട്, അവിടെ ആയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ പ്ലാൻ ചെയ്യുന്നു, അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുമോ, അവിടെ ഇത്ര സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യില്ലേ? അതുപോലെ ദേ ആർ പ്ലാനിങ് ടു ബി ദർ, അവിടെ, ടു ബി ദർ ഏർലി, നേരത്തെ തന്നെ. അതൊക്കെ പ്ലാൻ ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, നമ്മുടെ ഒരു ഉദ്ദേശം അനുസരിച്ച്. ഹീ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ലീഡർ. ഹീ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ലീഡർ. നോക്കൂ, ഒരു ലീഡർ ആകണമെന്ന്, ഒരു ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഹീ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ലീഡർ. അവൻ ഒരു ഗ്രേറ്റ് ലീഡർ ആകാൻ പോവുകയാണ്. അവിടെ ഒരു ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്.
അപ്പോൾ ബി ടു എന്ന് പറയുന്നതും ടു ബി എന്ന് പറയുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഉപയോഗം എന്താണ്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ?